മകരമാസത്തിലെ കാർത്തിക നാൾ അമ്മയുടെ ശ്രാദ്ധ ദിനത്തിൽ മകൾ പഴയ 5 വയസ്സുകാരിയായി കൊഞ്ചിയതും ഓർമ്മക്കുറിപ്പുകളിൽ ഇങ്ങനെ കുറിച്ചതും: നോക്കൂ അമ്മേ, പവിഴമല്ലി നിറയെ പൂക്കൾ. നമുക്ക് പൂ പറിക്കാം, മാല കോർത്ത് ദേവിക്ക് ചാർത്താം. അമ്മ നട്ടുവളർത്തിയ പാരിജാതം കഴിഞ്ഞ മഴക്കാലത്ത് കടപുഴകി വീണു അമ്മേ. നമ്മുടെ നന്ദിനി പശു പെറ്റു. കുട്ടിക്ക് പൂവാലി എന്നാണ് പേര്. അമ്മയ്ക്ക് കാണണ്ടേ? ശർക്കരമാവിൽ നിറയെ ഉണ്ണിമാങ്ങൾ. പഴുക്കുമ്പോ നമുക്ക് പിഴിഞ്ഞു കൂട്ടാമല്ലോ. അമ്മേ, ചേച്ചി എപ്പോഴും എന്നെ കറമ്പിക്കാളീന്ന് വിളിക്കും. അങ്ങനെ വിളിക്കല്ലെന്ന് പറയൂ അമ്മേ. പിന്നെ ഒരു പാട്ട് പാടാവോ അമ്മേ? എത്ര നാളായി അമ്മയുടെ പാട്ട് കേട്ടിട്ട്. അമ്മ പാടുമ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ഏറ്റുപാടുമായിരുന്ന ആ പഴയ പാട്ട് ഓർമ്മയില്ലേ? മാതൃസ്മരണകൾ കഥാകാരിയായ അമ്മയിൽ നിന്നും കവയിത്രിയായ അമ്മയിലേക്കെത്തുമ്പോൾ ബാലാമണി അമ്മയല്ലാതെ ആരെയാണ് ഓർക്കേണ്ടത്? സ്ത്രീ എന്ന വാക്കിന്റെ അർത്ഥസമ്പുഷ്ടിയും അർത്ഥവ്യാപ്തിയും തിരിച്ചറിഞ്ഞ അമ്മ. ആ അമ്മയെ മകൾ കമല, നമ്മുടെ മാധവിക്കുട്ടി, ഇങ്ങനെ ഓർക്കുന്നു: ഞാൻ പല എഴുത്തുകാരെയും കണ്ടിട്ടുണ്ട്, അടുത്ത് പരിചയിച്ചിട്ടുമുണ്ട്. ശ്രീമതി ബാലാമണിയമ്മയാണ് എന്റെ അമ്മ. അവർ ഒരു കട്ടിലിൽ ഇരുന്നു കൊണ്ടും കമിഴ്ന്ന് കിടന്നുകൊണ്ടും ഓരോ കവിതകൾ എഴുതുന്നത് നോക്കിക്കൊണ്ട് കുട്ടിക്കാലത്ത് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അമ്മ എന്തുകൊണ്ട് എഴുതുന്നു? എന്തുകൊണ്ടമ്മ ആ നേരത്ത് മറ്റു സ്ത്രീകളെ പോലെ വർണ്ണനൂലുകൾ കൊണ്ട് വല്ലതുമൊക്കെ മേശവിരിമേൽ തുന്നിപ്പിടിപ്പിക്കുകയോ മുഖത്ത് പൗഡർ ഇടുകയോ മറ്റോ ചെയ്യുന്നില്ല? എനിക്ക് ഇപ്പോഴും അമ്മയോട്, ഒരു കുട്ടിയോട് രക്ഷിതാവിന് തോന്നാറുള്ള വികാരമാണ് തോന്നുന്നത്. മറ്റൊരു മകളായ സുലോചന നാലപ്പാട് എന്ന സുലുക്കുട്ടിക്ക് അമ്മയുടെ മറ്റൊരു ഭാവമാണ് കാണാൻ കഴിയുന്നത്. ഒരിക്കൽ ഒരു ചിരഞ്ജീവി എന്റെ ബോധസമുദ്രത്തിലേക്ക് ഒരു വെൺമഴു വീശിയെറിഞ്ഞു. കാലം ചെന്നപ്പോൾ മഴുവും ഉപ്പുവെള്ളവുമായുള്ള രാസപ്രക്രിയയുടെ ഫലമായി ആയുധം ചെന്ന് വീണയിടത്തു നിന്ന് ഒരു വെൺ ഋതുമെത്തയും അതിലൊരു പൈതലും ഉയർന്നു വന്നു. മെത്ത എന്റെ ഈ വീട്ടിലെ താഴത്തെ കിടപ്പുമുറിയിൽ എത്തി നിന്നു. അതിൽ കണ്ണും കാതുമടച്ച് മേധയുടെ തിരി താഴ്ത്തി എന്റെ അമ്മയായ ശിശു ശയിക്കുന്നു. തന്റെ അമ്മയാവാൻ സൗമനസ്യം കാണിച്ച ആ ബാലാമണിയമ്മ നൂറ്റാണ്ട് മുമ്പ് മലബാറിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ച് വിദ്യാലയത്തിന്റെ പടി ചവിട്ടാതെ മഹാകവിയായി തീർന്ന ഒരു പഴയ തലമുറക്കാരി മാത്രമോ? കട്ടിലിൽ ചടഞ്ഞിരുന്ന് ലീക്ക് ചെയ്യുന്ന ഫൗണ്ടൻ പേന ഉപയോഗിച്ച് സാഹിത്യയജ്ഞം നടത്തി അവാർഡുകളും പത്മഭൂഷണുമൊക്കെ നേടിയ ആ വെളുത്തുമെലിഞ്ഞ ഒരു സ്ത്രീയോ? അതോ കണ്ണും മനസ്സും പെട്ടതിലെല്ലാം ഈശ്വരനെ ദർശിച്ച ജ്ഞാനിയോ? അങ്ങനെ തൊട്ടതൊക്കെയും തൃക്കൈവിരൽ തുമ്പായി നേട്ടമെന്തും പ്രസാദമായി ആമി എന്ന മാധവിക്കുട്ടിയെ മലയാളത്തിന് സമ്മാനിച്ച കൈരളിക്ക് അമ്മയും മാതൃത്വത്തിന്റെ കവിയുമായി അറിയപ്പെടുന്ന ബാലാമണിയമ്മയ്ക്ക് സ്വന്തം കവിതകൾ സ്ത്രീത്വത്തിന്റെ ഉത്തമ ഭാവങ്ങൾ വരച്ചു കാട്ടാനുള്ള ക്യാൻവാസ് ആയിരുന്നു. ആദ്യമപ്പൂമേനി പുൽകിയ നേരത്തെന്നാത്മാവും കോൾമയിർ കൊണ്ടുപോയി. അത്ഭുതവാച്യ വികാര വിശേഷങ്ങൾ അത്രയധികം കുരുത്തിതെന്നിൽ. പാപകർമ്മത്താൽ പരുത്ത കയ്യം മട്ടി പാവന പൂവുടലാശ്ലേഷിക്കും. മിഥ്യോക്തി കൗതുകം പൂണ്ട ചുണ്ടെമ്മട്ടിൽ സത്യത്തിടമ്പിനെ ഉമ്മ വയ്ക്കും. സൽകൃത ചാപലമായ നെഞ്ചെമ്മട്ടിൽ സൽഗുണ കേന്ദ്രത്തെ സ്വന്തമാക്കും. ധന്യ ഞാൻ എൻ കയ്യിൽ താനിതാ ധാർമ്മിക ജീവിത പക്വഫലം.
അക്ഷരം അരങ്ങിലേക്കെത്തുമ്പോൾ നാം കണ്ടുമുട്ടുക മറ്റൊരു അമ്മയെ, അബൂബക്കറിന്റെ ഉമ്മയെ. വിപ്ലവ വീഥികളിൽ മാനുഷികതയുടെ നിറമായ ചെഞ്ചോരയ്ക്ക് കാവിയുടെയും കുരിശിന്റെയും ചന്ദ്രകലയുടെയും അർത്ഥം ചമയ്ക്കുന്ന നവതലമുറയ്ക്ക് നേരിടാനാവുമോ ഈ ഉമ്മയെ? ശിഥിലമായ കുടുംബ ബന്ധങ്ങളെയും അബദ്ധസഞ്ചാര കഥകളെയും വിറ്റ് കാശാക്കുന്ന നാടകങ്ങൾക്കും ടെലിവിഷൻ ഓപ്പറകൾക്കും തീർച്ചയായും ഓടിയൊളിക്കേണ്ടി വരും രജിത മധു അവതരിപ്പിക്കുന്ന ഈ ഏകപാത്ര നാടകത്തിനു മുന്നിൽ. അല്ല, ഇത് നമ്മളെ ഷാജിയല്ലേ? പണ്ട് നിന്റെ അച്ചാച്ചന്റെ പേര് കേൾക്കുമ്പോ ഞെട്ടുന്നൊരു കാര്യം ഉണ്ടായിനി, അറിയാ എനിക്ക്. ഷാജി ഇന്നോട് ഉമ്മയാ പറയുന്നത്, വേണ്ടാത്തേനൊന്നും നിൽക്കാണ്ട് വീട്ടിൽ പോ. ഇന്നോട് ഞമ്മളല്ലേ പറയുന്നത് വീട്ടിൽ പോവാൻ. നീ എന്താടാ ഈ കാട്ടിയേ? ഈ ഉമ്മാന്റെ നേരെ കത്തിയോങ്ങായി. ശരി, അപ്പോ നമ്മളെ ചോരോടിക്കണല്ലേ? നിനക്കറിയാമോനെ, നിന്റെ അമ്മ ബസൂരി വന്ന് കിടന്നപ്പോ 2 മാസം ഞമ്മടെ മുലപ്പാലാടാ നീ കുടിച്ചു വളർന്നത്, അറിയാ എനിക്ക്. മുലപ്പാല് കുടിച്ച ചുണ്ടോണ്ട് നമ്മളെ ചോരോടിക്കണല്ലേ? എന്നാ പാടാ ഇങ്ങോട്ട്. ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്നതുകൊണ്ട് മാത്രം ആരും അമ്മയാകുന്നില്ല. പ്രസവിച്ചു പാലൂട്ടി വളർത്തിയതല്ല എന്ന് കരുതി ആരും അമ്മയല്ലാതെയാകുന്നുമില്ല. ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് മാതൃത്വത്തിന്റെ മഹനീയ ദൗത്യം പൂർണ്ണമാകുന്നത്. ഇന്ദിരാഗാന്ധിക്കും മദർ തെരേസയ്ക്കും ഒരു ജനതയുടെ കരുത്തും പ്രത്യാശയുമായി വർത്തിക്കാൻ കഴിഞ്ഞതും മാതൃത്വത്തിന് മാത്രം പകരാൻ കഴിയുന്ന സുരക്ഷിതത്വം ആവോളം ചൊരിയാൻ അവരുടെ സ്നേഹ സാന്നിധ്യം കൊണ്ട് കഴിഞ്ഞതിനാലാണ്. ലോകം ഈ അമ്മമാരെ ഓർത്ത് ഇന്നും അഭിമാനം കൊള്ളുമ്പോൾ കൈരളിക്കും ഈ ഗണത്തിൽ ഒരുപാട് അമ്മമാരെ ഓർമ്മ വരും. ആൾദൈവം എന്ന വിശേഷണമോ പ്രവർത്തന രീതികളോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവർക്കു പോലും മാതാ അമൃതാനന്ദമയിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സേവന പ്രവർത്തനങ്ങളെ വിസ്മരിക്കാനാവില്ല. സന്യാസത്തിന്റെ കർമ്മപഥത്തിൽ സ്നേഹവും കാരുണ്യവും ചൊരിഞ്ഞ് വിശുദ്ധ പദമലങ്കരിച്ച അൽഫോൻസാമ ഇന്നും ആയിരങ്ങൾക്ക് ആശ്വാസ സാമീപ്യമാണ്. ലോകം വിശുദ്ധ പദവി കൽപ്പിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കുടമാളൂരും ഭരണങ്ങാനത്തും അമ്മയുടെ അദൃശ്യ സാന്നിധ്യം തേടിയെത്തിയ ആയിരങ്ങൾക്ക് ലഭിച്ച മനഃശാന്തിയിലപ്പുറമൊരു സാക്ഷ്യം വേണ്ടിവരില്ല. വർത്തമാന കേരളത്തിന് KR ഗൗരിയമ്മ ഒരു ഈർക്കിൽ പാർട്ടി ഉടമ മാത്രമായിരിക്കാം. പക്ഷേ 60കളിലെ KR ഗൗരി എന്ന ധീര വിപ്ലവകാരി നടപ്പാക്കിയ ആശയങ്ങൾ ലോക രാഷ്ട്രീയത്തിന് തന്നെ പാഠപുസ്തകമാണ്, അത്ഭുതമാണ് എന്നുകൂടി അറിയുക. തലമുറകൾക്ക് അറിവ് പകർന്ന അധ്യാപക വൃത്തിയുടെ കരുത്തും കവിത്വത്തിലൂന്നിയ മനുഷ്യസ്നേഹവുമാണ് സുഗതകുമാരി ടീച്ചറെ സൈലന്റ് വാലിയിലെ മഴക്കാടുകൾക്ക് നേരെ ഓങ്ങിയ മഴുവിനെ ചെറുത്തു തോൽപ്പിക്കാൻ തുണച്ചത് എങ്കിൽ മയിലമ്മയെന്ന ഈ അമ്മയുടെ കഥ വ്യത്യസ്തമാണ്. പ്രിയതമന് ഉദകക്രിയ ചെയ്യാൻ വെറും 3 കുടം വെള്ളം പോലും നിഷേധിച്ച ബഹുരാഷ്ട്ര ഭീമനോടും ഭരണവർഗ വഞ്ചകരോടുമുള്ള പെൺകരുത്തിന്റെ പ്രതിഷേധ സ്വരമാണ് അക്ഷരമറിയാത്ത, ലോകം കാണാത്ത ഒരു വനവാസി വൃദ്ധയെ, മയിലമ്മയെ പ്ലാച്ചിമട സമരത്തിന്റെ അമരക്കാരിയാക്കിയതും. പ്ലാച്ചിമടയിൽ മയിലമ്മയെങ്കിൽ കാസർകോട്ടെ എൻഡോസൾഫാൻ സമരഭൂമിയിൽ ഗീതാകുമാരി അമ്മയെന്ന മണിമലക്കാരി പകർന്ന ധൈര്യം
ലോകം ഒരിക്കലും മറക്കില്ല. അമ്മയെന്നാൽ മനുഷ്യന് മാത്രമല്ല പ്രകൃതിക്കും അമ്മയാകണമെന്ന സന്ദേശമാണ് കണ്ടലമ്മച്ചി എന്ന ഈ അമ്മയുടെ ജീവിതം നമുക്കു നൽകുന്നത്. വിജ്ഞാനം കടലും കരയും കടന്ന് സൂര്യനെ തൊടാൻ ശ്രമിക്കുമ്പോൾ, അറിവുള്ളവർ ചൂഷകരുടെ വേഷം കെട്ടുമ്പോൾ, കായലും കണ്ടലും മാത്രം കണ്ടുവളർന്ന കണ്ടലമ്മച്ചി ഇന്നിന് ഒരു പാഠമാണ്. ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി, അമ്പോറ്റിക്കണ്ണന്റെ മുമ്പിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം. ചോടൊന്നു വയ്ക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാകുമുണ്ണി. പെറ്റമ്മയ്ക്ക് പകരം പോറ്റമ്മയായി മുലപ്പാൽ പോലും കൊടുത്തു വളർത്തിയവൻ നെഞ്ചിനു നേരെ മതഭ്രാന്തിന്റെ വാളെടുത്തു വീശിയതും, ഒരിറ്റു പ്രാണൻ ബാക്കി നിൽക്കാതെ മക്കളെ 50ഉം 100ഉം കഷണമാക്കി നുറുക്കിയതും കണ്ടു നിൽക്കേണ്ടി വരുന്ന അമ്മമാർ. സ്വന്തം പിതാവിന്റെയും സഹോദരന്റെയും ബീജം ഗർഭത്തിൽ ചുമക്കാൻ വിധിക്കപ്പെട്ട അമ്മമാർ. തെരുവിൽ പിച്ചയെടുത്ത് മക്കളെ പോറ്റി വളർത്തുന്നവർ. സാമ്പത്തിക സാമൂഹ്യ അസമത്വങ്ങളുടെ ഇരകളാകാൻ വിധിക്കപ്പെട്ടവരുടെ അമ്മമാർ. അവരൊക്കെയും സ്ത്രീത്വത്തിന്റെ കാരിരുമ്പ് മൂർച്ചയുള്ള അനുഭവ സാക്ഷ്യങ്ങളാകുന്നു. അമ്മ കേളി കൂടിരി, നന്മ കേളി കൂടിരി, ആരിരാരോ പാടും സ്നേഹമാ, ആയിരം രാവുകൾ കൂട്ടായി നിൽക്കാം ഞാൻ. പെറ്റും പോറ്റിയും വളർത്തിയ മക്കൾ നഷ്ടപ്പെട്ടവരെക്കാളും ക്രൂരമാണ് വർത്തമാന കേരളത്തിന്റെ ഈ മുഖം. മരിച്ചവരും കൊല്ലപ്പെട്ടവരും തിരിച്ചു വരില്ലെന്നോർത്ത് സമാധാനിക്കാം, വിധിയെ പഴിക്കാം. തങ്ങൾക്കും മുന്നേ ആയുസ്സെത്തിയ മക്കൾക്കു വേണ്ടി കണ്ണീരൊഴുക്കാം. എന്നാൽ മക്കളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരാതെ തെരുവിലെറിയപ്പെട്ട അമ്മമാർ, കണ്ണുകളിൽ കാരുണ്യമല്ലാതെ മറ്റൊന്നും കണ്ണീരിനുപ്പ് പകരാത്തവർ, ജീവിതം മക്കളുടെ രൂപത്തിൽ പക തീർക്കുമ്പോൾ പകച്ചു നിൽക്കുന്നവർ, അവരൊക്കെയും മനസ്സിലെ വിങ്ങലടക്കി കാത്തിരിക്കുകയാണ് ഈ കിളിക്കൂടുകളിൽ. തങ്ങൾ ഓരോരുത്തരും ഒരു ജന്മം മുഴുവൻ ചൊരിഞ്ഞതും തങ്ങളുടെ മക്കൾ എവിടെയോ കൈമോശം വരുത്തിയതുമായ കിളിക്കൊഞ്ചലുകൾ തിരികെ വരുന്ന നാളുകൾക്കായി.